ഞാൻ ഡോക്ടർ അനിൽ ജോസ്, ആസ്ട്രോമിംസ് കോഴിക്കോട് ലീഡ് കാർഡിയോതൊറാസിക് സർജൻ, ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ. ഇന്ന് നമ്മളുടെ ഈ ടോക്കിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ചില ഹൃദ്രോഗികൾ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള ഗുളികൾ, ഓറൽ ആൻറ്റിക്വാഗുലൻസ് ഞങ്ങൾ പറയും. ഈ മരുന്ന് കഴിക്കുന്ന രോഗികൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത് എന്നുള്ളത്, ആ അറിവ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഉദ്യമം. എന്താണ് ഓറൽ ആൻറ്റിക്വാഗുലൻസ്? രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള ഗുളികകൾ ആണ് ഈ ഓറൽ ആൻറ്റിക്വാഗുലൻസ്. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? സാധാരണ ഇതിൽ 2-3 തരം ആൾക്കാർക്കാണ് അത് ഉപയോഗിക്കുക. കാലിലെ ഞരമ്പുകളിൽ രക്തം കട്ടപിടിച്ച് പ്രശ്നം ഉണ്ടായവർ, അല്ലെങ്കിൽ അത് ഇളകി ലങ്സിനുള്ളിലേക്ക് പോയിട്ട് പൾമണറി എംബോളിസം എന്ന് ഞങ്ങൾ പറയും, അങ്ങനെ അതുണ്ടായിട്ടുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ വാൽവിന് എന്തെങ്കിലും അസുഖം, അല്ലെങ്കിൽ വാൽവ് മാറ്റിവെച്ച രോഗികൾ, അതല്ലെങ്കിൽ ഹാർട്ട് താളം തെറ്റിയിടിക്കുക, അപ്പം ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയും, അതുകൊണ്ട് ക്ലോട്ട് ഉണ്ടായിട്ട് സ്ട്രോക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ആൾക്കാർ, ഇങ്ങനത്തെ 2-3 തരം രോഗികൾക്കാണ് നമ്മൾ സാധാരണ ഈ മരുന്ന് ഉപയോഗിക്കുക. പക്ഷേ ഈ മരുന്ന് വളരെ നിസ്സാരമായി തോന്നാമെങ്കിലും വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു മരുന്ന് കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനൊരു സ്റ്റോക്ക് തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇനി നമ്മൾ ഈ മരുന്നുകൾ കഴിക്കുന്ന രോഗികൾക്ക് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ തന്നെ ഏത് ഡോക്ടറാണെങ്കിലും അതിനൊരു ടാർഗറ്റ് INR ഞങ്ങൾ പറയും. ഒരു 2.5 തൊട്ട് 3.5 വരെയോ അങ്ങനെ പല രോഗത്തിനനുസരിച്ച് പല റേഞ്ച് പറയും. ആ റേഞ്ചിനകത്താണ് ഈ നിർത്തേണ്ടത്. അപ്പോൾ എന്താണ് INR എന്ന ചോദ്യം. INR രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള രോഗികൾക്ക് എത്ര സമയം എടുക്കും രക്തം കട്ടപിടിക്കാനെന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് INR. അതിന് ഫുൾ ഫോം ഇൻ്റർനാഷണൽ നോർമലൈസ്ഡ് റേഷ്യോ എന്നാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും ആക്ച്വലി പറയുന്നത് ഒരു സാധാരണ വ്യക്തിയും ഈ മരുന്ന് കഴിക്കുന്ന വ്യക്തിയും തമ്മിൽ എത്ര സമയം രക്തം കട്ടുപിടിക്കാൻ എത്ര സമയം കൂടുതൽ എടുക്കുന്നു എന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ 2.5 INR ഉള്ളൊരു രോഗി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇപ്പോൾ കഴിക്കാത്ത ഒരു നോർമൽ വ്യക്തിക്ക് രക്തം കട്ടുപിടിക്കാൻ 1 മിനിറ്റ് എടുത്താൽ ഈ ഗുളിക കഴിക്കുന്ന ആൾക്ക് 2.5 മിനിറ്റ് എടുക്കുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. 2 ഇരട്ടി സമയം. നമ്മൾ ഓർക്കേണ്ടത്, ഇത് കഴിക്കുന്ന രോഗി എവിടെയെങ്കിലും തട്ടുകയോ മുട്ടുകയോ മുറിയുകയോ ചെയ്താലും ഇതേപോലെ രക്തം കട്ടുപിടിക്കാൻ 2.5 ഇരട്ടി സമയം, അല്ലെങ്കിൽ നമ്മുടെ INR എത്രയാണോ അത്ര ഇരട്ടി സമയം എടുക്കും. അപ്പോൾ നമ്മൾ സൂക്ഷിക്കുകയും കൂടി വേണം. അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് INR എന്ന് പറയുന്ന ടെസ്റ്റ് മാസത്തിലൊരിക്കൽ വന്ന് കറക്റ്റായി ചെയ്യണം. അത് ചെയ്ത് കുറേ കാലം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേ ലെവൽ ഒരേ ഡോസിൽ വരുമ്പോൾ മാത്രമേ നമ്മളത് ചുരുക്കം അപൂർവം ചിലർക്ക് 2 മാസത്തിലൊരിക്കലൊക്കെ ആക്കാറുണ്ട്. എങ്കിലും ഇത് എല്ലാ മാസവും ചെയ്യണം നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യാനുള്ള കാരണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന മറ്റ് മരുന്നുകൾ, ഇതെല്ലാം ഈ INRനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇലക്കറികൾ, മുരിങ്ങ, ഈവൻ ക്യാബേജ്, ചില തരം ഒണിയൻസ്, ഇത് പല സാധനങ്ങൾ ഈ INRനെ ഓൾട്ടർ ചെയ്യാം. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ഗുളികളെല്ലാം ചെയ്യുന്നത് വിറ്റമിൻ K എന്ന് പറയുന്ന വിറ്റാമിനെ ലിവറിൽ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ വിറ്റമിൻ K അധികമുള്ള ഇങ്ങനത്തെ ഏത് ഭക്ഷണസാധനം കഴിച്ചാലും ഈ മരുന്നിൻ്റെ ഡോസിൻ്റെ റിക്വയർമെൻറ്റ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അപ്പം അതിനനുസരിച്ച് ഈ INRും കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഡയറ്റിനെ കുറിച്ച് ബോധവാന്മാരായിരിക്കണം. നമ്മൾ ഗുളിക കഴിക്കുന്ന കാര്യത്തിലും വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഗുളിക അറിയാതെ കൂടുതൽ കഴിച്ചു പോയാലും ഇതേ പ്രശ്നം, ഇതേ രക്തസ്രാവം പല സ്ഥലത്തുണ്ടാവാം. ബ്രെയിനിലുണ്ടാവാം, വയറ്റിലുണ്ടാവാം. രക്തസ്രാവം കൊണ്ട് നമ്മൾ മരിച്ചു പോവാം. അപ്പം അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടും വളരെ സൂക്ഷിച്ചും വളരെ സൂപ്പർവിഷൻ എന്ന് ഞങ്ങൾ പറയും, ഞങ്ങളുടെ മെഡിക്കൽ സൂപ്പർവിഷനിൽ മാത്രം കഴിക്കേണ്ട ഒരു ഗുളികയാണ് ഈ ഓറൽ ആൻറ്റിക്വാഗുലൻസ്. അപ്പോൾ നമ്മൾ ഡയറ്റിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, ഡോക്ടർമാരെ കാണിക്കേണ്ട ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, ഈ മരുന്ന് റെഗുലറായി കഴിക്കേണ്ട ആവശ്യം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ സാധാരണ ഇങ്ങനെ കഴിക്കുന്ന രോഗികൾ എന്നോട് ചോദിക്കാറുള്ള ഒരു ചോദ്യം, ഇന്നിപ്പോൾ മറന്നുപോയി, ഇന്ന് വൈകിട്ട് സാധാരണ ഞങ്ങൾ 6 മണിക്ക് എല്ലാ ദിവസവും കഴിക്കാൻ പറയും. 6 മണിക്ക് പ്രത്യേകത ഉള്ളതുകൊണ്ടല്ല, കൃത്യം എല്ലാ ദിവസവും ഒരേ സമയത്ത് കഴിക്കാൻ പറയുമ്പോൾ നമ്മളത് ഓർക്കാൻ സാധ്യത കൂടുതൽ എന്നുള്ള നിലയ്ക്കാണ് നമ്മളത് പറയുന്നത്. സപ്പോസ് നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയി, നിങ്ങൾക്ക് വരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ മറന്നുപോയി, അപ്പോൾ നമ്മളെന്താ ചെയ്യുക, 8 മണിക്കാണ് ഓർക്കുന്നത്, കുഴപ്പമില്ല, 8 മണിക്ക് കഴിക്കാം. അപ്പോൾ ആ ദിവസം നമ്മൾ ഓർക്കുകയാണെങ്കിൽ അന്ന് തന്നെ കഴിക്കാം. പക്ഷേ പിറ്റേ ദിവസം രാവിലെയാണ് ഓർക്കുന്നതെങ്കിൽ അത് കഴിക്കാതിരിക്കുന്നതായിരിക്കും നന്നാവുക. പിറ്റേ ദിവസം വൈകിട്ട് തന്നെ ആ ഒരു ഡോസ് പോട്ടെ നിൽക്കുന്നതാണ് നല്ലത്. അപ്പോൾ പക്ഷേ നമ്മൾ ഓർക്കണം, ഒരു 3-4 ദിവസങ്ങൾക്കകം പോയി ഒരു INR ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. അപ്പം ഇത് വളരെ കോമൺ ആയിട്ട് വരുന്നൊരു മിസ്റ്റേക്കാണ്. ഡബിൾ ഡോസ് ചെയ്യുന്നതും ഈക്വലി അപകടകരമാണ്. അപ്പോൾ നമ്മളൊരു 6 മണി എന്നുള്ളത് അന്നത്തെ ദിവസം കഴിക്കാൻ പറ്റിയാൽ കഴിക്കുക, അല്ലെങ്കിൽ വേണ്ടത് വയ്ക്കുക. ഭക്ഷണക്രമത്തിൽ സൂക്ഷിക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മരുന്നുകളുടെ ഡോസുകൾ എല്ലാ മാസവും നോക്കേണ്ടതും ഡോക്ടർമാരെ കാണേണ്ട ആവശ്യവും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഈ ഓറൽ ആൻറ്റിക്വാഗുലൻസ് കഴിക്കുന്ന രോഗികൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എപ്പോഴെങ്കിലും എന്താവശ്യത്തിനും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാലും ഏത് ഡോക്ടറെ കാണുമ്പോഴും
നിങ്ങൾ ഈ പ്രത്യേകം ഞാൻ ഈ മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണെന്നും INR സ്ഥിരമായി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുള്ളതും കൃത്യമായി പറയണം. കാരണം ആ ഡോക്ടർ തരുന്ന മരുന്നുകൾക്ക് ഇതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് തീർച്ചയായിട്ടും അവർ അവെയർ ആയിരിക്കും. അതുപോലെ തന്നെ ആയുർവേദിക് മെഡിസിൻസ്, നാച്ചുറോപ്പതി, അങ്ങനെ നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട്. ആ മരുന്നുകളൊക്കെ കഴിക്കുമ്പോഴും നമ്മൾ ഈ വാർഫറിൻ കഴിക്കുന്ന ആളാണെന്നും അതിനായിട്ട് ഇൻട്രാക്ഷന് സാധ്യതയുണ്ടെന്നുള്ള കാര്യവും മറന്നു പോകാൻ പാടില്ല. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കേണ്ടത്, ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഈ മരുന്നുകൾ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ദേഹത്ത് എവിടെയെങ്കിലും ബ്രൂയിസ് ചെയ്ത പാടുകളോ രക്തം കട്ടുപിടിച്ച പാടുകളോ ബ്ലീഡിങ്ങോ അങ്ങനത്തെ ഇപ്പം ഒരാൾക്ക് സ്ട്രോക്ക് ഉണ്ടായാലോ അങ്ങനെ എന്ത് പ്രയാസങ്ങളുണ്ടായാലും നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സ്വയം ചികിത്സ അപകടകരമാണെന്നുള്ളത് മറക്കരുത്. അതുപോലെ തന്നെ ഓറൽ ആൻറ്റിഫയറിൻസ് കഴിക്കുന്ന രോഗികളോട് ഞങ്ങൾ സ്ഥിരമായിട്ട് ഒരു കാര്യം അഡ്വൈസ് ചെയ്യാറുണ്ട്. ഒരു ചാർട്ട്, ഇത് ഏകദേശം ഇതേപോലത്തെ ഒരു ചാർട്ട്, ഇപ്പം ഞങ്ങൾ മിംസിലാണെങ്കിൽ ഞങ്ങളുടെ തന്നെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്, ഇല്ലെങ്കിൽ ചില കമ്പനികൾ ഫ്രീ ആയി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ പല സ്ഥലത്തും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചാർട്ടിൽ നമ്മുടെ ഈ ഡോസുകളും നമ്മൾ കിട്ടുന്ന INR റേഷ്യോകളും രേഖപ്പെടുത്തുന്നത്, അത് കൈ സൂക്ഷിക്കുന്നതും ഏത് ഡോക്ടറുടെ മറ്റൊരു ആവശ്യത്തിന് ഏത് ആശുപത്രിയിൽ പോയാലും കാണിക്കാനും അവർക്ക് അപകടം മനസ്സിലാക്കാനുമുള്ള നല്ലൊരു മോണിറ്റർ ചെയ്യാൻ നല്ലൊരു മെത്തേഡുമായിരിക്കും. അതും ഞാൻ അഡ്വൈസ് ചെയ്യാം.